നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെളുപ്പങ്കലത്തെ ഇരുട്ടിലൂടെയാണ് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും വെളുപ്പിനെ നമ്മൾ എവിടെ പോവുകയാണെന്നല്ലേ, നമ്മൾ മണ്ണാറശാലയ്ക്ക് പോവുകയാണ്. മണ്ണാറശാല ആയില്യമാണ്. ആയില്യത്ത് തൊഴാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് അവിടെ ഉത്സവം തീരുന്ന ദിവസമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇന്ന് പോകുന്നത്. വെളുപ്പിന് 3 മണിക്ക് നമ്മൾ ഉണർന്നതാണ്. പിന്നീട് റെഡിയായൊക്കെ വന്നപ്പോഴത്തേക്ക് 4 മണിയായിട്ടുണ്ടായിരുന്നു. 4 മണിയായപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറങ്ങിയ സമയത്ത് നല്ല ഇരുട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വീഡിയോ ഒന്നും ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പുറത്ത് കുറച്ച് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം അങ്ങനെ എടുക്കാൻ പറ്റി. പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഹരിപ്പാട് എത്തിയിട്ടുണ്ട്. ഹരിപ്പാട് എത്തിയപ്പോഴത്തേക്കും ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അങ്ങനെ ചേട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കൾക്ക് ചായ വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് അവർക്ക് വാങ്ങിച്ചു കൊടുത്തില്ല. പിന്നെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട് കേട്ടോ, ആ ചേട്ടനാണ് വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് ഇതാ കാറിലേക്ക് കയറി ഇരിക്കുകയാണ്. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് മണ്ണാറശാലയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തീരുമാനിച്ച ഒരു യാത്രയായിരുന്നു കേട്ടോ. കാരണം ഇന്നലെ രാത്രിയാണ് ചേട്ടൻ ഇങ്ങനെ പോണ കാര്യം പറഞ്ഞത്. അപ്പം ചേട്ടൻ്റെ ഫ്രണ്ട് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് പോകാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ശരി പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി നമ്മൾ ഒരു 10 മണിയായപ്പോഴത്തേക്കും കിടന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു 3 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും റെഡിയായി ഞങ്ങൾ ഇറങ്ങി. ഈ ഒരു വളവ് കഴിഞ്ഞ് നേരെ ചെന്ന് കയറുന്നത് നമ്മുടെ അമ്പലത്തിൻ്റെ നടയിലേക്കാണ് കേട്ടോ. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കയറിയില്ലേ, ആ കടയിലെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലവണ്ണം തൊഴാൻ പറ്റുമെന്ന്. അതുപോലെ തന്നെ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുമല്ല നേരം പുലർന്നിട്ട് ആൾക്കാർ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് വണ്ടികൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. അകത്തോട്ട് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലെന്നാണ് പറയുന്നത്. എന്നിട്ട് നമ്മൾ അങ്ങ് അകത്തോട്ട് ഒന്ന് പോയി നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങ് അകത്തോട്ട് പോയതാണ്. അവിടെ കുറച്ച് സ്ഥലവും ഉണ്ടായിരുന്നു കേട്ടോ. ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സ്ഥലം പാർക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇതാ ഇങ്ങോട്ടേക്ക് അമ്പലത്തിൻ്റെ അവിടേക്ക് വന്നിട്ടുണ്ട്. അമ്പലത്തിൻ്റെ ആർച്ചിൻ്റെ അവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ചേട്ടൻ്റെ ഫ്രണ്ടൂടെ ഞങ്ങളോടൊപ്പം വന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ ചേട്ടനെ നോക്കിയാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. പിന്നെ വന്നതുകൊണ്ട് തന്നെ വലിയ ട്രാഫിക് ബ്ലോക്കൊന്നും ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇവിടെ എത്തിയത്. ഇപ്പോൾ 8 മണിയേ ആയിട്ടുള്ളൂ. അകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പൂജാ സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാനുള്ള സൗകര്യമുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഞാൻ മണ്ണാറശാലയിലെ ഐതിഹ്യം കൂടെ പറയാം. പണ്ട് പരശുരാമൻ നമ്മുടെ കേരളം ഉണ്ടാക്കിയ സമയത്ത് കുറച്ച് ബ്രാഹ്മണരെ നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പരശുരാമനുണ്ടായ ശാപം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബ്രാഹ്മണരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്. പക്ഷേ ബ്രാഹ്മണർക്ക് അവിടെ സർപ്പശാപം കാരണം താമസിക്കാൻ വേണ്ടിയിട്ട് ഭയമായിരുന്നു. അങ്ങനെ നമ്മുടെ പരശുരാമൻ അവിടെ നാഗപ്രതിഷ്ഠ നടത്തുകയും അങ്ങനെ ഈ ബ്രാഹ്മണർ ഈ നാഗത്തെ അവിടെ വെച്ച് ആരാധിക്കുകയും ചെയ്തു. അങ്ങനെ സർപ്പശാപം മാറുകയും അവർക്ക് അവിടെ സമാധാനമായിട്ട് താമസിക്കാൻ കഴിയുകയും ചെയ്തു. മണ്ണാറശാല ഇല്ലത്തിലെ ദമ്പതികളായ വസുദേവനും ശ്രീദേവി അന്തർജനത്തിനും സന്താനങ്ങളില്ലായിരുന്നു. അങ്ങനെ രണ്ടുപേരും നമ്മുടെ നാഗരാജാവിനെ ആരാധിക്കാൻ തുടങ്ങി. നാഗരാജാവിനെ അങ്ങനെ ആരാധിച്ച് വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവിടെ നമ്മുടെ കാട്ടിൽ ഈ ഇല്ലത്തിൻ്റെ അടുത്തായിട്ട് ഉള്ള കാട്ടിൽ തീപിടുത്തം ഉണ്ടായപ്പോഴത്തേക്കും അവിടെ ഒരുപാട് സർപ്പങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ സർപ്പങ്ങളെയെല്ലാം നമ്മുടെ ശ്രീദേവി അന്തർജനം രക്ഷിക്കുകയുണ്ടായി. തീപിടുത്തത്തിൽ നിന്നൊക്കെ സംരക്ഷിച്ചതിനെ തുടർന്ന് നമ്മുടെ നാഗരാജാവ് ഇവരിൽ പ്രീതിപ്പെടുകയും ശ്രീദേവി അന്തർജനത്തിന് ദർശനം നൽകുകയും ചെയ്തു. തുടർന്ന് നിങ്ങൾക്ക് 2 പുത്രന്മാർ ജനിക്കുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് ഒരു 12 മാസത്തോളമൊക്കെ ആയപ്പോഴത്തേക്കും അവർക്ക് 2 മക്കൾ ജനിച്ചു. അതിൽ 2ഉം ഇരട്ട കുഞ്ഞുങ്ങളായിരുന്നു. അതിൽ ഒരാൾ മനുഷ്യക്കുഞ്ഞും ഒരാൾ 5 തലയുള്ള സർപ്പവും ആയിരുന്നു. അങ്ങനെ 2 മക്കളെയും ശ്രീദേവി അന്തർജനവും വസുദേവരും കൂടെ നല്ലവണ്ണം വളർത്തി വലുതായി. മനുഷ്യനായി ജനിച്ച മകൻ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടന്നപ്പോഴത്തേക്കും നമ്മുടെ നാഗരാജാവ് അവിടുത്തെ നിലവറയിൽ പിന്നെ ധ്യാനത്തിലിരിക്കുകയുണ്ടായി. അങ്ങനെ ആ നാഗദേവതയാണ് അവിടുത്തെ അപ്പുപ്പൻ നാഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. ഈ മണ്ണാറശാലയിൽ കാട്ടിൽ തീപിടുത്തം ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ തീപിടുത്തം ഉണ്ടായതിന് ശേഷം ഈ തീയൊക്കെ അണഞ്ഞ് മണ്ണൊക്കെ ഒന്ന് ആറിയ ശേഷമാണ് അവിടെ മണ്ണ് ആറിയശാല എന്ന പേര് വരികയും പിന്നീട് അത് പറഞ്ഞ് മണ്ണാറശാല ആയത് എന്ന് ഒരു ഐതിഹ്യവും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് മന്ദാരങ്ങൾ ഉള്ളതുകൊണ്ട് മന്ദാരശാല എന്നും പറയപ്പെടുന്നുണ്ട്. ഞങ്ങളങ്ങനെ അകത്തൊക്കെ അമ്പലത്തിൻ്റെ അകമൊക്കെ തൊഴുത് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അകത്ത് പിന്നീട് ആയപ്പോഴത്തേക്കും ഒത്തിരി തിരക്ക് കൂടി വന്നിട്ടുണ്ടായിരുന്നു.
അങ്ങനെ അവിടെയൊക്കെ തൊഴുതൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ ശ്രീകോവിലിൻ്റെ അകത്തൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അവിടെയൊന്നും എടുക്കാത്തത്. അങ്ങനെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ക്ഷേത്രക്കുളത്തിൻ്റെ അവിടെ എത്തി. ഈ വെള്ളം പഴയ കുളമാണ് കേട്ടോ. ഇവിടെ ആമയൊക്കെ ഉണ്ട്. കുളം നല്ല കലങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ആമയൊക്കെ ഉള്ളതുകൊണ്ടാണോ എന്നറിഞ്ഞില്ല, ഭയങ്കര കലങ്ങലാണ് കേട്ടോ അവിടെ. നല്ല ചെളി കെട്ടി കിടക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ പോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ കുറേ കടകളും കുറേ സാധനങ്ങൾ വെച്ചിട്ടുള്ള സ്റ്റാളുകളുണ്ട് കേട്ടോ. സ്റ്റാളായിട്ടല്ല, കുറേ സാധനങ്ങൾ ഇങ്ങനെ കച്ചവടക്കാരിങ്ങനെ വച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ഇരുന്നപ്പോഴത്തേക്കും അവിടെ മൈലാഞ്ചി ഇടുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴത്തേക്കും മോൾക്ക് മൈലാഞ്ചി ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾക്ക് ഇഷ്ടപ്പെട്ട മൈലാഞ്ചി നമ്മൾ അവിടെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഒരു മയിൽപ്പീലിയുടെ ഒരു മൈലാഞ്ചി സെലക്ട് ചെയ്തു. അത് ഇടാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഇതുവരെ ഈ സാധനം നമ്മൾ ഇട്ടിട്ടില്ല. ഇവിടെ നമ്മൾ പൂജപ്പുര ഇവിടെ ക്ഷേത്രത്തിൽ ഉത്സവം നടന്നപ്പോഴും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവൾക്ക് ഇടണമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ എന്നും ഇട്ട് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇട്ടു. കൊള്ളാൻ, നല്ല രസമുണ്ട്. ടേറ്റ് ചെയ്ത് വയ്ക്കും പോലെയാണ് ഇരിക്കുന്നത്. 12 ദിവസം വരെ ഇത് കയ്യിൽ കിടക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പം ഇത് കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസം ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അത് മാഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ദേവുട്ടിയുടെ കയ്യിൽ മൈലാഞ്ചി ഇട്ടപ്പോഴത്തേക്കും കേശുവിന് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവിടെ കഴിഞ്ഞ് കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നു പോയപ്പോഴാണ് മോനും കൂടെ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറേ ദൂരം വരെ ഇത് ഉണ്ട് കേട്ടോ, ഈ മൈലാഞ്ചി ഇടുന്ന സംഭവം. അങ്ങനെ കുറേ ദൂരമൊക്കെ നമ്മൾ നടന്നങ്ങ് പോയി. അപ്പോൾ ഇവിടെ കുറേ കുങ്കുമത്തിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്, കുങ്കുമം. പിന്നെ സ്പൈസസ് ആണ് കൂടുതലായിട്ട് അങ്ങനെ വച്ചേക്കുന്നത്. കുറച്ച് ഭാഗം മാത്രമേ ഇങ്ങനെ കളിപ്പാട്ടങ്ങളും ഈ മൈലാഞ്ചിയൊക്കെ ഉള്ളൂ കേട്ടോ. കൂടുതലും ഈ സ്പൈസസിൻ്റെ ഈ സാധനങ്ങളൊക്കെയാണ് ഇവിടെ നിർത്തി വെച്ചിരിക്കുന്നത്. ഇവിടെ വെച്ചിരുന്ന ഈ ബാഗുകളുണ്ടല്ലോ, ഇതിന് 2 എണ്ണത്തിന് 150 രൂപയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ അധികം ലാസ്റ്റ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നില്ല കണ്ടിട്ട്. തൊട്ടടുത്ത് മോതിരമൊക്കെ വെച്ചിട്ടുണ്ട്, ഇരിപ്പുണ്ട്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് കുറേ കത്തികളൊക്കെ വെച്ചിട്ട് ഒരാളിരിപ്പുണ്ട്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കീച്ചേൻ്റെ സെക്ഷൻ കണ്ടപ്പോഴത്തേക്കും ദേവുട്ടിക്ക് പിന്നെ അതിനോട് ആഗ്രഹമായി. അങ്ങനെ പിന്നെ അത് വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ കയറിയതാണ്. സ്പൈഡർമാൻ്റെ കീച്ചെയിൻ നമ്മൾ വാങ്ങിച്ചു. സ്പൈഡർമാനും പിന്നെ ഗണപതിയുടെ ഒരു കീച്ചെയിനുമാണ് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചത്. കീച്ചെയിൻ മാത്രമല്ല കേട്ടോ, പിന്നെ ബാറ്റ്മാൻ്റെയും ഹൾക്കിൻ്റെയൊക്കെ മാസ്കുകളും അവിടെ ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ മുമ്പിലോട്ട് നടന്നു വന്നപ്പോൾ അവിടെ കൊമ്പ് കൊണ്ട് ചീപ്പ് ഉണ്ടാക്കുന്ന ഒരാളുണ്ടായിരുന്നു കേട്ടോ. കൊമ്പിൻ്റെ ചീപ്പ് മാത്രമല്ല അവിടെ ഉള്ളത്, വേറെ പല സാധനങ്ങളും അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊക്കിൻ്റെയും മീനിൻ്റെയും ഒക്കെ രൂപങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ചീപ്പിന് ഞങ്ങൾക്ക് 50 രൂപയാണ് കൊടുക്കേണ്ടി വന്നത്. മീനിൻ്റെയും കൊക്കിൻ്റെയൊക്കെ രൂപങ്ങൾക്ക് അദ്ദേഹം 500 രൂപയാണ് വില പറഞ്ഞിരിക്കുന്നത്. നല്ല രസമുണ്ട് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. കൊമ്പ് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കൊമ്പുകൾ മുറിച്ചുകൊണ്ട് വന്നത് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറേ ദൂരം ഞങ്ങൾക്ക് നടന്നു പോകാനുണ്ട്. വണ്ടി ഇട്ടേക്കുന്ന കുറച്ച് ദൂരത്തായിട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കും. അമ്പലത്തിൻ്റെ അകത്ത് കയറിയപ്പോഴത്തേക്ക് അവിടുത്തെ വലിയമ്മയും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയമ്മയ്ക്ക് മാത്രമേ നിലവറയ്ക്കകത്ത് പ്രവേശിക്കാനുള്ള അധികാരം. നമ്മൾ ആദ്യം അമ്പലത്തിലേക്ക് വന്ന് കയറുന്നിടത്ത് ഒരു കുളമുണ്ട്. നമ്മൾ ആ ഭാഗത്തേക്കാണ് നമ്മുടെ ചെരുപ്പൊക്കെ ഇട്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പോൾ കുളത്തിൻ്റെ അടുത്ത് പോയി നമ്മൾ ആദ്യം വന്നപ്പോൾ അവിടെ നിന്നാണ് കാല് കഴുകിയിട്ടൊക്കെ അങ്ങ് അകത്തേക്ക് കയറിപ്പോയത്. ഇപ്പം ഞങ്ങൾ ചെരുപ്പ് ഇട്ടേക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. ദേവുട്ടി ഇപ്പോൾ കയ്യെപ്പോഴും നിവർത്തി വെച്ചുകൊണ്ടാണ് കേട്ടോ നടക്കുന്നത്. അവൾക്ക് ആ മൈലാഞ്ചി ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കൂടെ വന്ന ആൾ വന്നപ്പോഴത്തേക്കും അവിടുത്തെ പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉണ്ണിയപ്പം. അതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം രാവിലെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. വീട്ടിലൊക്കെ ആണെങ്കിൽ മക്കൾ 8:30 ആകുമ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇന്ന് പിന്നെ തൊഴാനൊക്കെ കയറിയത് കൊണ്ട് ഇത്തിരി താമസിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 9 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എങ്കിലും വിശപ്പൊന്നും വന്നിട്ടില്ല. ഉണ്ണിയപ്പം കിട്ടിയതുകൊണ്ട് നമ്മൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ഹരിപ്പാട് മുരുകനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അവിടെയും കൂടെ ഒന്ന് തൊഴുത് ഇറങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറുള്ളൂ. ഇവിടുന്ന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് മുരുകക്ഷേത്രം ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടുന്ന് നാരങ്ങമാല വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുള്ളതാണ്, അകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടുവേണം ഇനി അകത്തേക്ക് പോകാൻ വേണ്ടി. ഇതാണ് അവിടുത്തെ പ്രവേശന കവാടം എന്ന് പറയുന്നത്. ഇത് അമ്പലത്തിൻ്റെ ചുറ്റുപാടുമുള്ള കാഴ്ചയാണ് കേട്ടോ. ഞങ്ങളങ്ങനെ അമ്പലത്തിൻ്റെ അകത്തൊക്കെ പോയി തൊഴുതിട്ടൊക്കെ ഇറങ്ങി. അവിടെ ഒരു സൈഡിലായിട്ട് മയിലുണ്ട് കേട്ടോ. മയിലിനെ ഇങ്ങനെ ഒരു റൂമിനകത്ത് ഇങ്ങനെ ഗ്രില്ലൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ അടച്ചിട്ടേക്കാണ്. 3-4 മയിലുണ്ട്. 2 റൂമിലായിട്ടാണ് ഇട്ടേക്കുന്നത് കേട്ടോ.
പെൺമയിൽ മാത്രമേ ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആൺമയിലാണെങ്കിൽ നിറയെ പീലികളൊക്കെ കാണുമല്ലോ. അങ്ങനെ ഈ പീലികളുള്ള മയിലുകളെയൊന്നും കണ്ടില്ല. ഇതൊരു വേറൊരു ഇനം മയിലാണ് കേട്ടോ. ബ്രൗൺ കളറിലൊക്കെ ഇരിക്കുന്നുണ്ട്. സാധാരണ ഒരു പച്ചയും നീലയും കൂടെ കലർന്ന ഒരു നിറത്തിലായിരിക്കുമല്ലോ കാണുന്നത്. ഈ ഒരു നിറത്തിലുള്ള മയിൽ ഞങ്ങളെ വീട്ടിലും വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ആൺമയിലാണോ എന്നൊരു സംശയമുണ്ട് ഈ കാണുന്നത്. പക്ഷേ അതിന് നീണ്ട വാലൊന്നുമില്ല. ഇങ്ങനെ ചെറിയൊരു വാല് മാത്രമേ ഉള്ളൂ. അത് ഇനി പെൺമയിലാണോ അതോ അറിയില്ല കേട്ടോ. മയിലിനെ കണ്ടതാ നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങി. ഇനി നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം പോകാൻ. ഇനി വീട്ടിലെത്തുമ്പോഴത്തേക്കും ഒരുപാട് താമസിക്കും. അത് കാരണം ഇവിടുന്ന് രാവിലെ ഭക്ഷണവും കഴിച്ചിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഒരു വെജ് റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ അവിടെ റെസ്റ്റോറൻറ്റിലേക്ക് കയറി. നമ്മൾ വണ്ടി നിർത്തിയതിൻ്റെ ഓപ്പോസിറ്റായിട്ടായിരുന്നു ഈ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നത്. അങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ അപ്പുറത്തേക്ക് പോയി അവിടെ അങ്ങനെ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. എല്ലാവരും മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. പനീർ ബട്ടർ മസാല ദോശയാണ് കേട്ടോ ഇത്. ചേട്ടനും രാജേഷനും 2 ഗ്ലാസ് ചായയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി. ഇവിടെ റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരറ്റത്ത്. മക്കൾ രണ്ടുപേരും ഭക്ഷണം കഴിച്ചതിൻ്റെ ക്ഷീണത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ദേവൂട്ടി ഇവിടെ കീച്ചേനെടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കിട്ടിയപ്പോൾ മുതലേ അവൾക്ക് പിന്നെ അതും മതി. മോന് മൈലാഞ്ചി ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതാണ് കേട്ടോ. പരുന്തിൻ്റെ എങ്ങാണ്ടാണെന്നാണ് ഇത് തോന്നുന്നത്. ഉച്ചയായപ്പോഴത്തേക്കും ഊണ് കഴിക്കാൻ വേണ്ടി നമ്മളൊരു റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട്. ആര്യസിലാണ് നമ്മളവിടെ വന്നത് കേട്ടോ. ആയൂരിലാണ് നമ്മൾ ഇറങ്ങിയത്. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നിൽക്കുകയാണ്. ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്നിടത്ത് കപ്പലിൻ്റെ മുട്ടായി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പോകുന്ന വഴിക്ക് കഴിച്ച് പോകാമല്ലോ. ഇപ്പം ഞങ്ങളിതാ ഇവിടെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ യാത്രയും വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും